ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ രാവിലെ 100-110 വിട്ടടിച്ച് പോകാൻ നിങ്ങളുടെ ആദ്യം സമയം ഏകദേശം രാവിലെ 2 മണി. നമ്മൾ രാവിലെ ഒരു ചെറിയ നൈസ് ട്രിപ്പ് പോവാണ്. നമ്മൾ പോകുന്ന വണ്ടി TUV. നമ്മൾ നേരെ ചെന്നു എണ്ണ അടിച്ചിടുന്ന വെച്ചാൽ തമിഴ്നാട്ടിലാണ് എണ്ണ അടിച്ചത്. തമിഴ്നാട്ടിലെ എണ്ണയ്ക്ക് ഏകദേശം 93 രൂപേൻ്റെ അടുത്താണ് വില. 93 103. പിന്നെ പോകുന്ന വഴിക്കത് നമ്മൾ ഊട്ടി വഴിയാണ് പോയത്. പോകുന്ന വഴിക്ക് മാനക്കാണ്. ഊട്ടി വഴി തന്നെ ആയതുകൊണ്ട് നല്ല മഞ്ഞുണ്ടായിരുന്നു. അങ്ങനെ ഊട്ടി ചുരമൊക്കെ ഇറങ്ങി കഴിഞ്ഞത് നമ്മൾ ടൗണിലൊക്കെ എത്തി. രാവിലെ തന്നെ നല്ല വൈബ് അടിപൊളിയായിരുന്നു. വെയിലെ കുതിച്ച് വരുന്നതുകൊണ്ട് തന്നെ ആകാശമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. രാവിലെ ഫസ്റ്റ് നമ്മളൊരു നൈസ് ചായ കുടിച്ചു. തമിഴ്നാട്ടിൽ ചായ എന്ന് പറഞ്ഞാൽ നല്ല കടുപ്പും അതുപോലെ തന്നെ നല്ല മതി. ചായ കുടിക്കുന്ന സ്ഥലത്ത് കണ്ടത് ഒരു വെടിമരുന്ന് ഫാക്ടറിയാണത്. അവിടെ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ട് ചായ കുടിച്ച് പിന്നെ നമ്മുടെ ട്രിപ്പ് പറയും. നമ്മുടെ ട്രിപ്പൊന്നുമല്ല, നമ്മളൊരു ചെറിയ ഓട്ടം പോകണം. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കാണ്. പിന്നെ തമിഴ്നാട്ടിൽ കയറിയാൽ നമ്മുടെ മെയിൻ സാധനം വട. ഫുഡിനാണല്ലോ നമ്മൾ ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മുടെ ഗുഡ് ഡേ ഉണ്ട്. പിന്നെ നേരെ ചെന്നു രാവിലെ തന്നെ ഫുഡ് കഴിച്ചു. നല്ല വിശപ്പായിരുന്നു. ഏകദേശം 9 കഴിക്കുമ്പോൾ പൊരിയും കഴിച്ചു. പിന്നെ ഒരു രസത്തിന് സാമ്പാർ വടയും കഴിച്ചു. പിന്നെ അവിടെ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിപ്പോയി. അവിടുത്തെ ടൂറിസ്റ്റ് ബസ് ഉണ്ട്. ഇതുണ്ടോ, നമ്മുടെ നാട്ടിൽ പോലും കാണില്ല അടിപൊളി ബസ്. തമിഴ്നാട്ടിലും കർണാടകയ്ക്കും എന്തോ ആവും, നമ്മുടെ കേരളത്തിൽ മാത്രമാണൊന്നും പറ്റാത്തത്. ബസ്സൊക്കെ കണ്ടപ്പോൾ തന്നെ അടിപൊളി വൈബാണ്. രാവിലെ തന്നെ നല്ല ബ്ലോക്കാണ്. പിന്നെ നമ്മൾ പോകുന്നവിടെ വെച്ചാൽ നമ്മുടെ കോയമ്പത്തൂരുള്ള ഗംഗ ഹോസ്പിറ്റലാണ് നമ്മൾ പോയി. അവിടെ ചെന്നു. എന്തിനാ ഇതിനെ വന്നു നമ്മൾ പറയുന്നില്ല. പിന്നെ നേരെ അവിടെ ചെന്നു. നമ്മളൊരു വാർഡിൽ ചെന്ന് അവിടെ നമ്മൾ രോഗിനെ കാണുമ്പോൾ തന്നെ രോഗിക്ക് ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കും. അത് രോഗിക്ക് മാത്രമല്ല, കാണാൻ ആർക്ക് വേണമെങ്കിലും നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ തരും. എനിക്ക് പിന്നെ ഇങ്ങനത്തെ അഹങ്കാരവും ജാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ എളിമയോടുകൂടി തന്നെ ആ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു. പിന്നെ ഞങ്ങളെല്ലാം കൂടി കാറിൽ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞു. പിന്നെ വരുന്നതായിരിക്കും നമ്മളൊരു ഡാമിൻ്റെ അടുത്ത് കൂടിയാണെന്ന്. ഡാമിൻ്റെ പേര് ഇതാണ് ഡാമിൻ്റെ പേര്. ഡാം നല്ല അടിപൊളിയാണ്. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഈ ഡാമിൽ നിന്ന് കുറച്ച് ഫ്രഷ് മീൻ പിടിക്കും. ആ മീനിനെ പിടിക്കുന്നത് നമുക്ക് സ്പോട്ടിൽ അവിടെ തന്നെ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്ത് തരും. ഞങ്ങളവിടെ കുറച്ച് നേരം നിന്നത് ആ ഫ്രൈ ഒക്കെ മേടിച്ചു. നല്ല അടിപൊളിയാണ്. കഷ്ണം മീനായിരുന്നു. മീനിൻ്റെ പേരെന്താ ഞാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് അവിടെ നിന്ന് ആ മീനൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വന്നപ്പോൾ നമ്മുടെ സ്വന്തം വീരപ്പഞ്ചേട്ടൻ്റെ സത്യമംഗലം കാണും. നമ്മൾ സത്യമംഗലം വഴിയാണ് തിരിച്ച് വയനാട്ടിലേക്ക് കയറി. അതായത് നമ്മൾ കോയമ്പത്തൂർ പോയി, ഊട്ടി വഴി കോയമ്പത്തൂർ പോയി തിരിച്ച് നമ്മൾ സത്യമംഗലം വഴി ഗുണ്ടൽപേട്ട വന്ന് തിരിച്ചു വന്നു. വരുന്ന വഴിക്ക് ഗുണ്ടൽപേട്ട ഫുഡ് കഴിക്കാൻ നിർത്തി. അവിടെ തലശ്ശേരി റെസ്റ്റോറൻറ്റ് പുതിയ ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയത്. അങ്ങനെ ഗുണ്ടൽപേട്ട ചെന്ന് അവിടെ നൈസിന് അവിടെ തലശ്ശേരി സ്പെഷ്യൽ ബിരിയാണി തന്നെ മേടിച്ചു. വൈകുന്നേരം ഫുഡ് ടൈമൊക്കെ കഴിഞ്ഞ് 5-6 മണി ആയതുകൊണ്ട് തന്നെ വലിയ വിശപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഹാഫ് ചിക്കൻ ബിരിയാണി മേടിച്ച് നമ്മൾ ആ ചിക്കൻ ബിരിയാണിയിൽ നിന്ന് ഫുഡ് അങ്ങോട്ട് ഒതുക്കി.